തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ വിവാദം തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസന് പിന്തുണയുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വെളിപ്പെടുത്തലുകളുടെ പേരിൽ പ്രതികാര നടപടികൾ സ്വീകരിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കത്തെ ശക്തമായി ചെറുക്കുമെന്നാണ് IMAയുടെ പ്രതികരണം. അതേസമയം നാളെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് മുന്നിൽ ഡോക്ടർ ഹാരിസ് ഹസൻ ഹാജരാകും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, ആദ്യം ഈ വിവാദമുണ്ടായ സമയത്തും ഇത്തരത്തിൽ സംഘടനകൾ ഡോക്ടർക്ക് പിന്തുണയുമായി എത്തിയതാണ്. ഇപ്പോൾ കൂടുതൽ ആരോപണങ്ങൾ ഒക്കെ വരുന്ന സാഹചര്യത്തിൽ, അന്വേഷണത്തിലേക്കൊക്കെ കടക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി പിന്തുണ അറിയിച്ചിരിക്കുകയാണോ? എന്താണ് IMAയുടെ നിലപാട്? നേരത്തെ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ KGMCTയെ പരസ്യ പിന്തുണ അറിയിച്ചതാണ് ഡോക്ടർ ഹാരിസിനെ. മെഡിക്കൽ കോളേജിലെ പരാധീനതകൾ, മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രശ്നങ്ങൾ എന്നിവ തുറന്നു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഡോക്ടർ ഹാരിസ് ഹസനെ നടപടിയെടുക്കാനുള്ള ശ്രമങ്ങൾ അത് കൃത്യമായി ചെറുക്കുമെന്നാണ് ഇപ്പോൾ IMAയും അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നടപടി എടുത്തു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഡോക്ടർമാരുടെ മനോവീര്യം കെടുത്തുന്നതാകും ആ നടപടി. അതുകൊണ്ട് തന്നെ അത്തരം നടപടിയിലേക്ക് സർക്കാർ കടക്കുകയാണെങ്കിൽ ശക്തമായി എതിർക്കുമെന്നാണ് IMA തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം നാളെയാണ് ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാനില്ല എന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നത്. നാളെ DME ഡോക്ടർ ഹാരിസ് ഹസന്റെ മൊഴി രേഖപ്പെടുത്തും. ഇതിൽ ഹാരിസ് ഹസൻ നേരത്തെ തന്നെ പറയുന്നുണ്ട്, ഈ ഉപകരണം കളഞ്ഞു പോയിട്ടില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല, അത് അവിടെ തന്നെയുണ്ട്. പക്ഷേ ഉപയോഗിക്കാൻ അറിയാവുന്നവർ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ ഇതേ നിലപാട് തന്നെയായിരിക്കും നാളെ ഹാരിസ് ഹസൻ ഈ DMEക്ക് മുന്നിൽ നൽകുന്ന മൊഴിയും. എന്തായാലും ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ അച്ചടക്ക നടപടി വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഒപ്പം തന്നെ ഉമേഷ്, ഇതിലിപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടി വരുമ്പോൾ അത് ഈ ഉപകരണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടല്ലോ. അത് ഉത്പാദനം നിർത്തിയ ഉപകരണമാണ്, അപകടകരമായ ഉപകരണമാണ് എന്നതുൾപ്പെടെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടല്ലോ ഡോക്ടർ. തീർച്ചയായും അത് തന്നെയാണ്. ഈ ഉപകരണം അത് അപകടകരമായ ഉപകരണമാണ്. അത് അന്തർദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ ഉപയോഗിക്കാത്തതാണ്. ഇത് അപകടകരമാണ് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ പോലും കമ്പനി നിർത്തിയിട്ടുണ്ട്. ഇത് ശരീരത്തിൽ നിന്ന്, അതായത് സ്റ്റോൺ എല്ലാം പൊട്ടിച്ച് അത് ശരീരത്തിൽ നിന്ന് കീഹോൾ സർജറിയിലൂടെ പുറത്തേക്ക് എടുക്കാൻ കൂടുതൽ അത് സ്റ്റോൺ മാറ്റിയ ശേഷം അത് ശരീരത്തിനകത്ത് വെച്ച് പൊട്ടിക്കുന്ന ഒരു തരം ഉപകരണമാണ്. ആ ഉപകരണം പക്ഷേ മറ്റ് ശരീരഭാഗങ്ങൾക്ക് കേടുണ്ടാക്കാനോ അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കാനോ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ഉപകരണം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് 14 ലക്ഷം രൂപ കൊടുത്ത് MB ഫണ്ടിലാണ് വാങ്ങിയത്. എന്തായാലും ആ ഉപകരണം ഇതുവരെ മെഡിക്കൽ കോളേജ് ഉപയോഗിച്ചിട്ടില്ല എന്നത് കൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാകുന്നതും. അനുജ.